ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. റോഡ് റീടാറിംഗ് നടത്തി ഒരാഴ്ചയ്ക്കകം തകർന്നതായി പരാതി. വണ്ടൂർ തൊണ്ടിയിൽ ടിപ്പു സുൽത്താൻ റോഡ് റീടാറിംഗിനെതിരെയാണ് പരാതി. അതേസമയം സമീപത്തെ ക്രഷറിലേക്ക് വലിയ ലോറികൾ പോയതോടെയാണ് റോഡ് തകർന്നത് എന്നാണ് പ്രവൃത്തി നടത്തിയ കരാറുകാരൻ നൽകുന്ന വിശദീകരണം. ഒരാഴ്ച മുൻപാണ് തൊണ്ടിയിൽ ടിപ്പു സുൽത്താൻ റോഡ് റീടാറിംഗ് നടത്തിയത്. നിലവിൽ റോഡിന്റെ അരികിലായി നീളത്തിൽ തകർന്ന നിലയിലാണ്. ഇത് പ്രവൃത്തിയിലെ അഴിമതിയാണെന്നാണ് ആരോപണം. സർവീസ് സ്റ്റേഷന്റെ ജംഗ്ഷൻ തൊട്ട് ബ്രാംകോ അലൂമിനിയം കമ്പനി വരെയുള്ള റോഡിന്റെ റീടാറിംഗ് ആണ് ഇവിടെ നടന്നത്. ഏകദേശം റോഡ് ടാറിംഗ് ഒക്കെ കഴിഞ്ഞു. വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്ത് ഏകദേശം 7 ദിവസമായപ്പോഴേക്കും ഈ റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത്. ഇതിനെതിരെ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. സാധാരണഗതിയിൽ ഒരു റോഡ് പണിയൊക്കെ എടുത്താൽ 1 വർഷമൊക്കെ സാധാരണ നിൽക്കാറുണ്ട്. ഇത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രവൃത്തി വളരെ അധികം മോശമായ രീതിയിൽ ചെയ്തതിൻ്റെ ഫലമായിട്ടാണിത് കാണുന്നത്. ഇതിനു മുമ്പ് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ റീടാറിങ്ങിന് ടെൻഡർ കൊടുത്ത് കോൺട്രാക്ട് ചെയ്ത വർക്കാണ് ഒരാഴ്ചൻ്റെ ഉള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. ഇത് അധികാരികളുടെ മുന്നിൽ എത്തിച്ചിട്ട് അതിന് ശക്തമായ നടപടി, എവിടെയാണോ ഇതിന് വീഴ്ച വന്നിട്ടുള്ളത് അതിനെതിരെ ഈ ശക്തമായ നടപടി അധികാരികൾ എടുക്കണമെന്ന് ഇതിൻ്റെ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. തന്നെയുമല്ല ഇതിന് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം സമീപത്തെ ക്രഷറിൽ നിന്ന് പ്രവൃത്തി പൂർത്തിയായി 3-ാം ദിവസം അമിതഭാരമുള്ള ലോറികൾ പോയതോടെയാണ് റോഡ് തകർന്നത് എന്നാണ് കരാറുകാരൻ നൽകുന്ന വിശദീകരണം. അമിതഭാരമുള്ള വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കരുത് എന്ന് പ്രവേശന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഗൗനിക്കാതെയാണ് ഡ്രൈവർമാർ ഇതുവഴി വാഹനം ഓടിച്ചിട്ടുള്ളത്. മഴയൊന്നു മാറിയാൽ തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തുമെന്നും കരാറുകാരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.